പ്രൈസ്ലോ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാവശ്യം ദൈവത്തിന് വചനമായി നിൽപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വേദഭാഗ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യം 19:21 വാക്യം വായിക്കും. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഉണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാണ്. പ്രൈസ്ലോ ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ എന്നെ ഒത്തിരി മനസ്സിനെ ടച്ച് ചെയ്ത ഒരു വാക്യങ്ങൾ വരുന്ന വാക്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ പല വിചാരങ്ങളും പല കണക്കൂട്ടലുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയാണ് അവിടെ നിവൃത്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും നമ്മളെ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലല്ല പോകുന്നെങ്കിൽ അതിൻ്റെ അവസാനം ചിലപ്പോൾ ഒരു എൻ്റെ നല്ല രീതിയിലായിരിക്കില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ആ ഹിതത്തിൻ്റെ തീരുമാനത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ അവസാനം എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ഈ ഒരു വാക്യത്തിലുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പദ്ധതികൾ കൂടാതെ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കുറിച്ച് കുറേ പദ്ധതികൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കളെയും കാട്ടി അല്ലെങ്കിൽ നമ്മളെയും കാട്ടി നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ മുകളിലുണ്ട്. ആളുടെ പദ്ധതിയാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നടക്കേണ്ടതെല്ലാം നടക്കാനിടയായിത്തീരും. സങ്കീർത്തനം 33:11 ഒന്ന് വായിക്കാവോ? യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ആലോചന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഒരു നിമിഷം നേരം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്തായി തീരണം എന്ന് മാത്രമായിരിക്കും. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ആലോചനകൾ അല്ലെങ്കിൽ പദ്ധതികൾ അത് തലമുറയായി നീണ്ടു നിൽക്കുന്നതും അതൊരു ശാശ്വതമായി നിൽക്കുന്ന ഒന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ മനുഷ്യന്റെ പദ്ധതി അല്ലെങ്കിൽ മനുഷ്യന്റെ വിചാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വിചാരങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ എന്താ പറയുക വിജയിച്ച കുറെ കാര്യങ്ങൾ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം 37:18-20 വരെയുള്ള വാക്യം വായിക്കും. അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അവർ സ്വപ്നക്കാരൻ വരുന്നു, വരികിൽ നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയാം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു കളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഈ വാക്യത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോസഫിനെ കുറിച്ച് മറ്റുള്ളവർ ചെയ്ത ഒരു പദ്ധതികൾ, അല്ല ജോസഫിന് നേരെ അവർ ചെയ്ത കുറെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷെ ഇത് അവര് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടായെങ്കിലും പക്ഷെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ ജോസഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി എന്താണെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജോസഫിന്റെ മുകളിലുള്ള വിചാരം മറ്റുള്ളവരുടെ വിചാരം പോലെ അല്ലായിരുന്നു ദൈവത്തിന്റെ ഒരു വിചാരം. ദൈവം അവന് അതിനും വലുതൊരെണ്ണം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടുന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ തളർത്താനും പല രീതിയിൽ പദ്ധതികൾ ഇട്ടാലും ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ ദൈവം നമ്മളെ ദൈവത്തിന്റെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിലോട്ട് നമ്മളെ എത്തിക്കാൻ ഇടയായിത്തീരും. ഇയ്യോബിന്റെ 23:13 ഒന്ന് വായിക്കാവോ? അവനോ അനന്യൻ, അവനെ തടുക്കുന്നത് തിരുവുള്ളത്തിന്റെ താല്പര്യം അന്വേഷിക്കും. അപ്പം നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവം ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ നിറവേറാൻ ഇടയായിത്തീരുന്നാണ് ഇയ്യോബ് ഇവിടെ പറയാൻ ഇടയായിത്തീരുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കും, നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലാണെങ്കിൽ നമ്മുടെ പദ്ധതികൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ആലോചനകളെല്ലാം ദൈവം കറക്റ്റ് സമയത്ത് തരികയും നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനും ദൈവം നമ്മളെ സഹായിക്കും. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, പിശാചിന്റെ ആലോചന അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരായിരിക്കും. അതിനെ തകർക്കാനായിരിക്കും എപ്പോഴും പിശാച് പല വഴികളിലൂടെ ശ്രമിക്കുന്നത്. പക്ഷെ ആ വഴികളിൽ നമ്മൾ പോകാനിടയാകരുത്. പോയി കഴിഞ്ഞാലും നമ്മൾ ദൈവത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പദ്ധതിയിലോട്ട് നമ്മളെ ദൈവം എത്തിക്കാൻ ഇടയായിത്തീരും, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ നമ്മളുടെ മേലുള്ള ആ ഒരു ആഗ്രഹം നിറവേറാൻ ഇടയായിത്തീരും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 9:1-2 വായിക്കാവോ?
ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. ഈ ഭാഗത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ശൗൽ എന്ന വ്യക്തി ദൈവത്തിൽ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നു. അവന്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ ദൈവമക്കളെ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെ നശിപ്പിക്കണം എന്നുള്ളതായിരുന്നു അവന്റെ പദ്ധതി. എന്നാൽ അവൻ പോകുന്ന വഴിയിൽ യേശുവിനെ രുചിച്ചറിഞ്ഞപ്പോൾ അവന്റെ പദ്ധതിയിൽ മാറ്റം കൊണ്ടുപോകാനിടയായി തീർന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പദ്ധതികളായി പോയി കഴിഞ്ഞാൽ അതിന്റെ അവസാനം നമുക്ക് എന്തായാലും തീരാൻ. പക്ഷെ നമ്മൾ ദൈവത്തിൽ രുചിച്ചാൽ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തുണ്ടാവും? അനേക കാര്യങ്ങൾ സംഭവിക്കുന്നത്. പൗലോസിന്റെ കേസിലാണെങ്കിൽ തന്നെ അവൻ പലതും ചിന്തിച്ചു പോയെങ്കിലും ദൈവത്തിന് അവനെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് അനേകർക്ക് ദൈവത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അനേക ലേഖനങ്ങൾ മറ്റുള്ളവർക്ക് ദൈവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും സുവിശേഷം പറയാനുള്ള ഒരു അവസരമാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ദൈവത്തിന് അവന്റെ ആഗ്രഹം വേറെ ഒന്നായിരുന്നു. പക്ഷെ ദൈവത്തിൽ അവൻ രുചിച്ചപ്പോൾ ഇതെല്ലാം ഇടയാവാൻ ഇടയായി തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും. സദൃശവാക്യം 16:25 വായിക്കാവോ? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ശോഭായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികളോ. ഈ വാക്യത്തിൽ ശലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് നേരെയായിട്ട് എല്ലാം തോന്നാം, പക്ഷെ അതിന്റെ അവസാനം ചിലപ്പോൾ മരണകരമായ വഴികളാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ ചിന്തിച്ച് ദൈവത്തിൽ ഉറച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവസാനം എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ഇപ്പോഴും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. പിന്നെ മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ യോഹന്നാൻ 6:5 മുതൽ 7 വരെയുള്ള വാക്യം വായിക്കാവോ? യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാനത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഫിലിപ്പോസിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിലുള്ള ആൾക്കാർക്ക് ഈ ഇത്രയും ഭക്ഷണം അല്ലെങ്കിൽ 200 പണത്തിന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നും തികയില്ല എന്നൊരു ചിന്തയായിരുന്നു, അല്ലെങ്കിൽ അവന്റെ വിചാരം അതായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഫിലിപ്പോസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. പക്ഷെ അവൻ ഒന്ന് ചിന്തിക്കുകയായിരുന്നെങ്കിൽ, അവന്റെ കൂടെയുള്ള ആരാണെന്നുള്ള അവനൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കണക്കുകൂട്ടലുകൾ തെറ്റത്തില്ലായിരുന്നു. അപ്പൊ നമ്മൾ മാനുഷികമായി നോക്കുമ്പോൾ നമുക്കത് സാധ്യതകളല്ല. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിലോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, സാധ്യതകളല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന പദ്ധതികൾക്ക് ദൈവം ഒരു വഴി തുറന്നു വരാൻ ഇടയായിത്തീരും. അപ്പോൾ മാനുഷികമായിട്ട് നമ്മളുടെ വിചാരങ്ങളെല്ലാം ചിലപ്പോൾ അത് നടന്നു വരത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആലോചനകൾ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടയായിത്തീരും. പിന്നെ യെരമ്യാവ് 29:11 വായിക്കാവോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. യെരമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാകുന്ന ശുഭഭാവി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, എന്താ പറയുക, നമ്മുടെ മുന്നിൽ ചിലപ്പോൾ വരുന്ന പ്രയാസങ്ങൾ കാണുമ്പോൾ നമുക്കത് തിന്മ പോലെ തോന്നുമെങ്കിലും പക്ഷെ അതിന്റെ അവസാനം ദൈവം നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇടയായിത്തീരണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഒരു സ്റ്റോറി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവായിരിക്കും. ഒരു ആള് ഷിപ്പിൽ യാത്രയായിരുന്നു. അപ്പോൾ ഈ ഷിപ്പ് തകർന്നു, ആള് ഒരു ദ്വീപിനകത്ത് അകപ്പെട്ടു. അപ്പൊ ആള് നിരാശകളെല്ലാം അസ്തമിച്ചു. ആളുടെ ഒരു പദ്ധതി വേറെ ആയിരുന്നു, പക്ഷെ ആള് നിരാശകളൊക്കെ അവസാനിച്ച് ആള് ഒരു ദ്വീപിലകപ്പെട്ടു. ആള് അങ്ങനെ ഒത്തിരി എന്താ പറയുക, ദൈവത്തോട് നിലവിളിച്ചെങ്കിലും ആൾക്കും അതിന് മറുപടി ഒന്നും ലഭിച്ചില്ല. ആ സമയത്ത് അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ആള് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ എന്തൊരു ഫയർ ഉണ്ടായി. ഫയർ കൂട്ടി ആള് ഭക്ഷണം കഴിക്കുകയാണ്. ഒത്തിരി ആൾക്കെത്തി. ആള് വീണ്ടും എന്താ പറയുക, നിരാശകൾ അവസാനിച്ച് ആളുടെ പദ്ധതികളെല്ലാം തകർന്നു പോയി. ആ സമയത്ത് പിറ്റേ ദിവസം ഈ പുക കണ്ടിട്ട് എന്ത് ചെയ്തു, ഒരു കപ്പൽ ദൂരെന്ന് വരുവാനിടയായിരുന്നു അവനെ രക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പദ്ധതികൾ ചിലപ്പോൾ അവസാനിച്ചു അല്ലെങ്കിൽ നമുക്ക് സാധ്യതകളില്ല എന്ന് തോന്നുന്നിടത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇടയായിത്തീരണം. പിന്നെ
ഞാനൊരു കോട്ട് ഇങ്ങനെ വായിക്കാൻ തരുന്നു മാർട്ടിൻ ലൂതറിന്റെ. അതിന്റെ മലയാളം ഞാൻ മലയാളം എങ്ങനെയാണ് അതിന്റെ എൻ്റെ കൈകളിൽ പലതും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവയെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചതെല്ലാം ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അതായത് നമ്മുടേതായി നമ്മൾ കരുതി വെച്ചതെല്ലാം നഷ്ടപ്പെടാൻ ഇടയായി തീരും. പക്ഷെ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യങ്ങളെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കാൻ ഇടയായി തീരും. അതുകൊണ്ട് നമ്മുടെ പദ്ധതികൾ നമ്മൾ മാറ്റിവെച്ച് ദൈവത്തിന് ഹിതമായത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമുക്ക് നല്ലത് ചെയ്യാൻ ഇടയായി തീരും. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കുന്നു.